ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ലാബ് പ്രവർത്തന ഉദ്ഘാടനം ചേലക്കര എംഎൽഎ യുവ പ്രദീപ് നിർവഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ലാബിന്റെയും പ്രവർത്തന ഉദ്ഘാടനം ചേലക്കര നിയോജക മണ്ഡലം എംഎൽഎ യുവ പ്രദീപ് നിർവഹിച്ചു. അപ്പോൾ മുള്ളൂർക്കരയിലും അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ആളുകൾക്ക് ആഗ്രഹിക്കേണ്ടത്. പക്ഷെ നല്ലപോലെ ഈ സേവനങ്ങൾ പൊതുജനത്തിന് അറിയിക്കാനും കൂടെ ഈ നാടിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് തയ്യാറാവേണ്ടത്. ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല. വലിയ തോതിലുള്ള ഇടപെടലാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ വിവിധ പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാതൃക കാണിച്ചൊരു സംസ്ഥാനമാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് വ്യത്യസ്തമായ രോഗങ്ങൾ ഈ ലോകത്തെ ബാധിച്ചപ്പോൾ ആ രോഗം കേരളത്തെ ബാധിച്ച സമയത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കൂട്ടായി ഇടപെട്ട് കാണിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ പ്രത്യേകിച്ച് ആരോഗ്യരംഗം, നിപ പോലുള്ള, അതുപോലെ കോവിഡ് പോലുള്ള ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ നല്ലപോലെ അതിനെ എതിർത്ത് നിന്ന് ആ ബാധിച്ച ആളുകളെ രക്ഷപ്പെടുത്താനും മറ്റു ആളുകൾക്ക് പകരാതിരിക്കാനുള്ള ഇടപെടലും ആ ഒരു രീതി ലോകത്തിലുള്ള മാധ്യമങ്ങൾ കൈയടിച്ച് അംഗീകരിച്ചു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിലെന്ത് കുറവ് കണ്ടെത്താൻ പറ്റും എന്നാണ്. ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്നതല്ല. ഇവിടെ കേരളത്തിൽ നടത്തുന്ന ഇടപെടലിൻ്റെ കൂടുതൽ ആരാണ് മറ്റു സംസ്ഥാനത്തെ എവിടെ ചെയ്യുന്നത്? മലയാളികൾ ചെയ്യുന്നുണ്ടല്ലോ. അതാണ് മലയാളികൾ എന്ന് പറയാൻ പോലും തയ്യാറാവുന്നില്ല പല മാധ്യമങ്ങളും. ഇന്ന് കേരളത്തിൽ ഇതുപോലെ നല്ല ഇടപെടൽ നടത്തുന്നു. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിന് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. പ്രതിസന്ധി ഗവൺമെൻറ് ദൂരദർശിൻ്റെ ഭാഗമായിട്ടല്ല. നമുക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഇനിയും കേരളം പിടിച്ചാൽ കിട്ടാത്തടത്തോട്ടും അതിന് പറ്റാത്തത് നിശ്ചയിച്ച പ്ലാനിങ് അനുസരിച്ചുള്ള പണം കിട്ടിയാൽ നമുക്ക് ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയായി ഇനിയും മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് നല്ലപോലെ താഴെ തട്ടിലുള്ള ജനപ്രതിനിധികളും ഇതുപോലെ ഗ്രാമപഞ്ചായത്തുകളും ആവേശമായി ഈ നാടിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ വലിയ തോതിൽ എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത അധ്യക്ഷയായിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനില വിജീഷ്, എം എ നസീബ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷാദിയ അമീർ, ശശികല സുബ്രഹ്മണ്യൻ, പ്രതിഭ മനോജ്, വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ, വിവിധ വാർഡുകളിലെ മെമ്പർമാരും സെക്രട്ടറി ഇൻചാർജ് ഡെയ്സി എബ്രഹാം, മുള്ളൂർക്കര FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.